പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതൊരു പ്രിസം നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലാവരും പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് എന്തായാലും ആ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തറിയണം? വോളിയം അഥവാ വ്യാപ്തത്തിനുള്ള സമവാക്യം അറിയണം അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല? വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് ഏതൊരു പ്രിസം ആയിക്കോട്ടെ, നമുക്ക് കുറേ പ്രിസങ്ങളെ നമുക്കറിയാം. എന്താണ്? ത്രികോണ സ്തംഭമുണ്ട്, ചതുര സ്തംഭമുണ്ട്. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതിൻ്റെയും വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബേസ് ഏരിയ ഏതാണോ അതിൻ്റെ ബേസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ബേസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് ഏരിയ ഇൻടു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏതൊരു പ്രിസത്തിൻ്റെയും ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് വ്യാപ്തം എന്ന് പറയുന്നത് വ്യാപ്തം ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം പാദപരപ്പളവ് അല്ലെ. പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. പാദപരപ്പളവ് ഇൻറ്റു ഉയരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. ഇക്വേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരാമെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ക്വസ്റ്റ്യൻ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ദ ബേസ് എഡ്ജസ് ഓഫ് എ റെക്ടാങ്കുലർ പ്രിസം. അപ്പോൾ ശ്രദ്ധിക്കുക, എന്ത് പ്രിസമാണ്? റെക്ടാങ്കുലർ പ്രിസം അഥവാ ചതുര സ്തംഭമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ചതുര സ്തംഭത്തിന്റെ ബേസ് എഡ്ജസ്, അതായത് അതിന്റെ പാദത്തിന്റെ നീളങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 4 സെന്റിമീറ്ററും അതുപോലെ തന്നെ 3 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഒരു റെക്ടാങ്കുലർ പ്രിസം ആണ്. അപ്പൊ അതിന്റെ വശങ്ങളുടെ നീളം, പാദത്തിന്റെ വശങ്ങളുടെ നീളം എന്ന് പറയുമ്പോൾ ആ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതിന്റെ നീളവും വീതിയാണ് തന്നിട്ടുള്ളത്. എന്താണ്? 4ഉം 3ഉം. അതുപോലെ തന്നെ ആ പ്രിസത്തിന്റെ ദ ഹൈറ്റ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലെ. ആ ചതുര സ്തംഭത്തിന്റെ ഉയരം 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം ഇതൊരു ചതുര സ്തംഭമാണെന്ന് നമുക്കറിയാലോ. ചതുര സ്തംഭം ആയതുകൊണ്ട് ഇതിന്റെ മുകളിലും താഴെയും എന്ത് തന്നെയായിരിക്കും? ചതുരാകൃതി ആയിരിക്കും അല്ലെ. ചതുരാകൃതി ആയിരിക്കും. അപ്പൊ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താ? വോളിയം ഇസ് ഈക്വൽ ടു, വോളിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ബേസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബേസ് എന്ന് പറയുന്നത് എന്താണ്? റെക്ടാങ്കിൾ ആണ് അല്ലെ. റെക്ടാങ്കിൾ ഷേപ്പ് ആണ് ഇവിടുത്തെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബേസ് ഏരിയ എന്ന് പറയുന്നത് പാദപരപ്പളവ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ റെക്ടാങ്കിളിന്റെ ഏരിയനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ, ചതുരത്തിന്റെ പരപ്പളവായിരിക്കും നമ്മുടെ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചതുരം റെക്ടാങ്കുലർ പ്രിസത്തിന്റെ ആ റെക്ടാങ്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട്? വശങ്ങൾ തന്നിട്ടുണ്ട്. 4ഉം അതുപോലെ തന്നെ 3ഉം ആണ്. അപ്പം നമുക്കറിയാം ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഇവിടെ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 4 × 3 അല്ലെ. L × B ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാമെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 × 3 ചെയ്യുക. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ഏരിയ നമുക്ക് കിട്ടി 12 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ്? അപ്പോൾ ഇവിടെ ബേസ് ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഇനി ഇൻറ്റു ഹൈറ്റ് കൂടി നമ്മൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ 12 ആണ് ഇൻറ്റു നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? 8 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 96 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക അല്ലേ. 8 2 16 അല്ലെ. 8 2s are 16, 1 ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 96 കിട്ടി. യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം വോളിയാണ്. അപ്പോൾ നമ്മൾ എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചതുര സ്തംഭത്തിന്റെ വ്യാപ്തം നമുക്ക് കിട്ടി എത്രയാണ്? 96 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 96 സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ പരിപാടിയാണ് അല്ലേ. അപ്പോൾ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് തരികയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണം? മക്കൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? നമ്മുടെ വോളിയം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ പ്രിസത്തിന്റെ ബേസ് ഏരിയ ഓൾറെഡി ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രിസം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം എല്ലാ മക്കളും താഴെ ഒന്ന് കമന്റ് ചെയ്യുക.